everyone, welcome back to my channel. ഇന്നലെ വരെ എനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സ്ഥലത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഇന്നലെ വൈകുന്നേരം തീരുമാനിച്ച ഒരു പ്ലാനിൻ്റെ പുറത്താണ് ഇപ്പോൾ ഞാൻ മുൾബാഗൽ എന്നീ സ്ഥലത്ത് വന്നിരിക്കുന്നത്. മുൾബാഗൽ എന്ന സ്ഥലം ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ ഇവിടുത്തെ ദോശ വളരെ ഫേമസ് ആണെന്ന് കേട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. കർണാടകയിലെ ഒരു ചെറിയ ഗ്രാമമാണ് മുൾബാഗൽ. അപ്പോൾ ഇവിടെ പ്രസാദ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടെ കിട്ടുന്ന ഈ ദോശയാണ് ഈ ഒരു ഗ്രാമത്തെ കുറച്ചുകൂടെ സ്പെഷ്യൽ ആക്കുന്നത്. അപ്പോൾ ഈ ദോശേൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നലെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ് ഈ ദോശ എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇന്നലെ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചാണ്. അപ്പോൾ ഏകദേശം നമ്മളെ അപ്പം പോലെ ഇരിക്കും ഈ സാധനം കാണാൻ വേണ്ടിയിട്ട്. ദോശയും നമ്മുടെ അപ്പത്തിൻ്റെ ഒരു ലുക്കും ടെക്സ്ചറും ഭയങ്കര ക്രിസ്പി ആയിട്ടുള്ളൊരു ദോശയാണ് ഈ മുൾബാഗൽ ദോശ. അപ്പോൾ ഇവിടുത്തെ പ്രസാദ് ഹോട്ടലിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്യുമ്പോൾ തന്നെ ബാംഗ്ലൂരിലും പല സ്ഥലത്തായിട്ട് ഒരുപാട് മുൾബാഗൽ ദോശേൻ്റെ സെൻറ്റേഴ്സ് ഉണ്ട്. പക്ഷെ അതൊന്നും ഒറിജിനൽ അല്ല. ഈ ഒറിജിനൽ ദോശ കഴിക്കാൻ നിങ്ങൾ മുൾബാഗൽ വില്ലേജിൽ തന്നെ വരണം. എന്നിട്ട് ഇവിടുത്തെ പ്രസാദ് ഹോട്ടലിൽ തന്നെ കഴിക്കണം. അപ്പോൾ നമുക്ക് ഈ പ്രസാദ് ഹോട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവിടെ പോയി ഫുഡ് കഴിക്കാം. ഏകദേശം 100 കിലോമീറ്റർ ഉണ്ടാവും ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ് ഉണ്ടല്ലോ, കോലാർ. നമ്മളെ KGFലെ കോലാർ. ഈ കോലാർ കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഒരു 30-35 കിലോമീറ്റർ കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഈ മുൾബാഗൽ എന്ന സ്ഥലത്തെത്താൻ പറ്റും. ഈ ഒരു സ്ട്രെച്ചിൽ വളരെ ബാംഗ്ലൂരിൽ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ വളരെ നല്ല റോഡാണ് ഈ സ്ട്രെച്ചിലുള്ളത്. നമുക്ക് ഡ്രൈവ് ചെയ്യാനൊക്കെ, ഇപ്പോൾ ബൈക്ക് എടുത്തിട്ട് വരികയാണെങ്കിൽ, കാർ എടുത്തിട്ട് വരികയാണെങ്കിൽ എല്ലാം ഡ്രൈവ് ചെയ്യാൻ വളരെ നല്ലൊരു റോഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബൈക്കിലാണ് വന്നിരിക്കുന്നത്. വളരെ നല്ല റോഡാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു റൈഡൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈ സ്ട്രെച്ചിൽ തന്നെ നമുക്ക് കോലാർ പോകാം. KGFിൻ്റെ ഒരു സ്ഥലങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഉള്ളത് അവനിപേട്ട, ബാംഗ്ലൂരിന് അടുത്ത് ക്ലോസ് ആയിട്ടുള്ള ഒരു ഫേമസ് പ്ലേസാണ് അവനിപേട്ട. പിന്നെ ഒരുപാട് ഫോൾസ്, കുറേ ലേക്സ്, ഫ്ലവർ ഗാർഡൻസ്, ഇങ്ങനെ ഒരുപാട് കാണാനുണ്ട് ഈ ഒരു സ്ട്രെച്ചിൽ നമ്മൾ റൈഡ് ചെയ്ത് വരുമ്പോൾ. പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കാറിലാണ് ഈ സ്ഥലത്ത് വരുന്നതെങ്കിൽ പ്രസാദ് ഹോട്ടൽ കുറച്ച് ഉള്ളിലോട്ടാണ്. അതായത് ഒരു നാരോ റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ടാണ് പ്രസാദ് ഹോട്ടലിലുള്ളത്. അപ്പോൾ നിങ്ങൾ കാറിലാണ് വരുന്നതെങ്കിൽ കാറ് മേ ബി നമുക്ക് വേറെ കുറച്ച് സിറ്റിയിൽ എങ്ങോട്ടും പാർക്ക് ചെയ്യേണ്ടി വരും. പ്രസാദ് ഹോട്ടലിൽ വരെ നിങ്ങളുടെ കാറ് പോകാൻ സാധ്യത കുറവാണ്. അവിടെ വളരെ നാരോ ആയിട്ടുള്ള റോഡാണ് ഉള്ളത്. പക്ഷേ ബൈക്കിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അവിടെ പോയി ബൈക്കിൽ അവിടെ ഹോട്ടൽ വരെ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വണ്ടിയിലാണ് ഞാനിന്ന് മുൾബാഗൽ വരെ വന്നിരിക്കുന്നത്. ഹോണ്ട CB300 എന്ന വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് റൈഡിന് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണിത്. പക്ഷേ ഞാനിതിൽ പില്ലിയൻ റൈഡറായിട്ടാണ് വന്നത്. വണ്ടി ഓടിച്ചത് ഞാനല്ല, എനിക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ പില്ലിയൻ റൈഡറായിട്ട് ഇരിക്കാൻ അത്ര സുഖമൊന്നുമില്ല, നല്ല ബാക്ക് പെയിനുണ്ട്. അപ്പോൾ ഈ വണ്ടിയാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് റൈഡിനൊക്കെ പോകാൻ വേണ്ടി ഈ വണ്ടി ചെക്ക് ചെയ്യാവുന്നതാണ്. ನಾವು ಮಾಡ್ತಾ ಇದ್ದೀವಿ. ಇದು ಬಂದು ದೋಸಾ. ದೋಸಾ ಅಂದರೆ ಯು ಕ್ಯಾನ್ ಸೇ ಹೈಬ್ರಿಡ್ ಆಫ್ ದೋಸಾ ಆ್ಯಂಡ್ ಆಪಮ್ ಆ ಥರ ಇರುತ್ತೆ. ಮತ್ತು ಇದು ಬಂದು ತವಾಸ್ ಎಲ್ಲ ಫುಲ್ಲು ಡ್ರೈ ಆಗಿರುತ್ತೆ ಯಾವಾಗಲೂ. ಸೊ ದಟ್ ಓಲ್ಡ್ ಆಯಿಲ್ ಅಂತ ಏನಿರಲ್ಲ,
ತುಂಬ ಹೆಲ್ದಿಯಾಗೂ ಇರುತ್ತೆ ಫುಡ್ ಇದು. ഇത് എൻ്റെ മൂന്നാമത്തെ ദോശയാണ്. ദോശ മാത്രമല്ല വട കൂടെ ഉണ്ട്. അപ്പോൾ 3 ദോശ 2 വടയൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ കഴിക്കുന്നത് ചിത്രാനാണ്. ഭയങ്കര ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫുഡ്. അപ്പോൾ എനിക്ക് ഓരോ സാധനമായിട്ട് ട്രൈ ചെയ്യണമെന്നുണ്ട്. 2 മണിക്കൂർ ബൈക്കിലിരുന്ന് വന്നതാണ്. അപ്പോൾ പിന്നെ ഒന്നും മിസ് ചെയ്യാൻ പാടില്ല. 1979 ಓಪನ್ ಇದೆ. ಇರುವುದು ಒಂದೇ ಬ್ರ್ಯಾಂಚು. ಪ್ರಸಾದ್ ಹೋಟೆಲ್ ಮುಳ್ಬಾಲ್ ದೋಸೆ ಅಂದರೆ ಮಾತ್ರ ಇದು ಬರುತ್ತೆ. ಮುಳ್ಬಾಲ್ ದೋಸೆ ಅಂದರೆ ಬೇಕಾದಷ್ಟು ಕಡೆ ಬರುತ್ತೆ, ಅದೆಲ್ಲ ಒರಿಜಿನಲ್ ಅಲ್ಲ. ನಮ್ಮದೆಲ್ಲನೂ ರಾರಾಜಿನಲ್ ಮಾಡ್ತೀವಿ. ಇನ್ನು ಇದು ಹೆಂಚು ಬಂದುಬಿಟ್ಟು ಇದು ಕಾಸ್ಟನ್ ಐರನ್ ಹೆಂಚು ಹಾಕ್ತೀವಿ. ಸಿಂಗಲ್ ದೋಸೆ ಮಾಡ್ತೀವಿ ನಾವು. ಬೇಕಾದ ದೊಡ್ಡ ಹೆಂಚು ಹಾಕ್ಬಿಟ್ಟು 10, 15, 8, 10 ಆ ಥರ ನಾವು ಯಾವ ಹಾಕಲ್ಲ. ಸಿಂಗಲ್ ದೋಸೆನೇ ರೆಡಿ ಮಾಡ್ತೀವಿ ನಾವು. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഫൈനലി ഒരു സ്വീറ്റ് കഴിക്കുകയാണ്. ഇത് ഇവിടുത്തെ കലാകണ്ടാണ്. കാണുമ്പോൾ ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളൊക്കെ ട്രൈ ചെയ്യാം. ഇവിടുത്തെ നെയ്യ് ഒരു രക്ഷയില്ല. അപ്പം കഴിച്ച എല്ലാ ഐറ്റത്തിലും ഭയങ്കര സ്മെല്ലും ഭയങ്കര ടേസ്റ്റൊക്കെ ആയിട്ടുള്ള നെയ്യുണ്ട്. അടിപൊളിയാണ്.